തിരുവനന്തപുരം ബാലരാമപുരത്തെ വയോധികന്റെ മരണത്തിലെ ദുരൂഹത മാറ്റാൻ പോലീസ് മൃതദേഹം മൂടിയ സ്ഥലം പൊളിച്ച് പരിശോധന നടത്താൻ കലക്ടറോട് അനുമതി തേടി. പോസ്റ്റ്മോർട്ടത്തിലൂടെ മരണകാരണത്തിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ നീക്കം. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാരാണ് പോലീസിൽ പരാതി നൽകിയത്. അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള കൊലപാതകം തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിലാണ് ബാലരാമപുരത്തെ വയോധികന്റെ മരണത്തിലും ദുരൂഹതയേറുന്നത്. വ്യാഴാഴ്ച താൻ സമാധിയാകുമെന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പീഠത്തിൽ വന്നിരുന്നു എന്നും പറഞ്ഞ സമയം തന്നെ മരിച്ചു എന്നുമാണ് മകൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്. അങ്ങനെ ഈ സിമന്റും സ്ലാബും വെച്ച ഈ സ്ഥലം മൂടിയെന്നും മകൻ പറയുന്ന മൊഴിയിലുണ്ട്. പക്ഷേ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ ഒരു ഡോക്ടറുടെ സഹായം പോലും തേടിയിട്ടില്ല എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. തൊട്ടടുത്ത ദിവസം ഗോപൻ സ്വാമി സമാധിയായി എന്ന പോസ്റ്ററുകൾ കണ്ടാണ് നാട്ടുകാർ വിവരം അറിയുന്നത്. പിന്നാലെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഗോപൻ സ്വാമി മരിക്കുന്നതിന് തൊട്ടു മുന്നേ മരണവിവരം നാട്ടുകാരോട് പറയരുതെന്ന് പറഞ്ഞിരുന്നു എന്നതാണ് മകന്റെ വിചിത്രമൊഴി. സംഭവത്തിൽ ദുരൂഹത സംശയിച്ച നാട്ടുകാരും രംഗത്തെത്തി. കൊലപാതകമെന്ന് സംശയിക്കുന്നതായും നാട്ടുകാരുടെ പ്രതികരണം. രാത്രി 11:30 മണിക്ക് എന്താണ് ഇവിടെ നടന്നതെന്ന് മരിച്ചതിന് ശേഷം ഇവിടെ കൊണ്ട് പുള്ളി ഇതിൻ്റെ അകത്താക്കി സ്ലാപ്പൊക്കെ ഇട്ട് മൂടി. അന്ന് രാവിലെയാണ് വാൾ പോസ്റ്റൊക്കെ ഒട്ടിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ സംഭവം എല്ലാം മൂടി കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സംശയമുണ്ട് ജീവനോടൊപ്പം വെച്ചതാണോ അല്ലാതെ വെച്ചതാണോ എന്നൊക്കെ. ഒന്നീ നാട്ടുകാർ അറിയിക്കുന്നു. ഒരാൾ സമാധിരിക്കുന്നത് നല്ലൊരു ഭക്തനാണ്. അങ്ങനെ ക്ഷേത്രമാണ്, അങ്ങനെ കുടുംബക്ഷേത്രമാണ്, ടെസ്റ്റൊന്നുമില്ല, അങ്ങനെ സ്വന്തം ക്ഷേത്രമാണ്. ഇപ്പോഴും പിന്നെ ഇത് ഞാൻ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര സംശയമാണ്. പിന്നെ നമുക്ക് ഈ ഏരിയ കൂടി പോകാൻ കൂടി പേടിയാണ്. ഇവിടെ ആരും പേടിച്ചവരെ കണ്ട് പേടിച്ചാലും മൊഴി കൊടുക്കില്ല. ഇതിനകത്ത് ബോഡി ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അത് എനിക്ക് മാത്രമല്ല ഇവിടുത്തെ നാട്ടുകാർക്കും അത് നമ്മൾ തിരിച്ചറിയണം. ഉണ്ടോ ഇല്ലെന്നറിയണം. അതെങ്ങനെ മറവ് ചെയ്തെന്ന് ചിലപ്പോൾ അവരുടെ മക്കളുടെ അച്ഛൻ പറഞ്ഞ രീതിയായിരിക്കും. പക്ഷെ നമുക്ക് കാണേണ്ടത് ബോഡി ഉണ്ടോ ഇല്ലെന്നറിയണം. അതേസമയം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കമാണ് നാട്ടുകാരുടെ പ്രതികരണത്തിന് പിന്നിലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പോലീസ് സംഭവസ്ഥലം സീൽ ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണവും ആരംഭിച്ചു. പക്ഷേ മരണത്തിൽ വ്യക്തത വരാൻ സ്ലാബ് പൊളിച്ചു മാറ്റേണ്ടതുണ്ട്. നിലവിൽ സംഭവത്തിലെ ദുരൂഹത ചൂണ്ടിക്കാണിച്ച പോലീസ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ മൂടിയ സ്ഥലം പൊളിച്ചു പരിശോധിക്കാൻ അനുമതി നൽകണമെന്നാണ് പോലീസിന്റെ ആവശ്യം. മൃതദേഹം അകത്തുണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം നടത്തുന്നതോടെ കൂടുതൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും നാട്ടുകാരും. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.